തൃശൂർ പൂരം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഗൗരവമേറിയതെന്ന് മുഖ്യമന്ത്രി. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് DGPയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്ന് ഈ ദേവസ്വം ഉന്നയിച്ച പരാതിയുണ്ട്. മാധ്യമപ്രവർത്തകരുടെ നേരെ ശരിയല്ലാത്ത നില സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയുണ്ട്. അപ്പോൾ അത്തരം പരാതികളെ പറ്റി ഇപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഇപ്പോൾ പരിമിതിയുള്ള സമയമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവരെ ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നടപടി. അത് ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായി അന്വേഷണം നടക്കട്ടെ. അതിൻ്റെ തുറന്നെന്താണോ വേണ്ടത് ആ നടപടി എടുക്കാവുന്നതാണ്. തൃശൂർ പൂരത്തിന് ആചാരങ്ങൾ അറിയാത്ത പോലീസുകാർ ഡ്യൂട്ടിക്ക് എത്തുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പറഞ്ഞു. വരും കാലങ്ങളിൽ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തും. പൂരത്തിനെതിരെ പ്രത്യേക NGOകളുടെ നേതൃത്വത്തിൽ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും VS സുനിൽകുമാർ ആരോപിച്ചു. പൂരം നടത്തിപ്പിന്റെ കമ്മിറ്റിക്കാരും പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾ അതില് രണ്ടു കൂട്ടർ സംഘടകരാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിന്റെ സ്മൂത്ത് റണ്ണിങ് എന്നുള്ളത്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. ചില ആളുകൾ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങളും അതുപോലെ നടത്തണമെന്ന് വിചാരിച്ച് പല ചെയ്യുമ്പോണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ചെയ്യാറുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പൂരത്തിൽ വെക്കാറുണ്ട്. ഇതാണ് കോഡ് ഓഫ് കോണ്ടക്ട് കൊണ്ട് ഇവിടെ തൃശ്ശൂരിലെ പല ഉദ്യോഗസ്ഥന്മാരും വരുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരം എന്താണെന്നതിനെ പറ്റി കൃത്യം അറിയാത്ത ആൾക്കാരാണ്. എന്താണ് ടെക്കോൺട്രാക്ട് എന്ന് അറിയില്ല, അവിടെ മഠത്തിൽ വരവിന്റെ പ്രത്യേകത എന്താണെന്നും അവിടെ ആരൊക്കെയാണ് അതിന്റെ കാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് നടക്കുന്നത് അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ വന്നാൽ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. BJPക്ക് മൈലേജ് ഉണ്ടാക്കാനാണ് ശ്രമം. മന്ത്രിമാരെക്കാളും മുകളിലാണോ DGP എന്നും VD സതീശൻ ചോദിച്ചു. അല്ല, BJPക്ക് മൈലേജ് ഉണ്ടാക്കാൻ നടത്തിയ ശ്രമമാണോ എന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നു. കാരണം BJPക്കൊന്നും ഒരു മൈലേജ് അവിടെ ഉണ്ടാവില്ല. അവിടെ BJP ജയിക്കുകയില്ല, അവിടെ UDF ജയിക്കും. 2 മന്ത്രിമാർ സ്ഥലത്തുണ്ടായിരുന്ന സമയത്താണ് ഈ വൃത്തികേട് മുഴുവൻ അവിടെ നടന്നത്. ഇത് കേരളത്തിന്റെ ഉത്സവമാണ്. തൃശ്ശൂർ പൂരം തൃശ്ശൂരിന്റെ മാത്രമല്ല, എല്ലാ ഉത്സവമാണ്, മതേതര ഉത്സവമാണ്. എല്ലാ കമ്മ്യൂണിറ്റിയിലും പെട്ട ആളുകൾ ചെല്ലുന്നതാണ്. പരമ്പരാഗതമായി ചെയ്യുന്ന രീതികളുണ്ട്. ഹൈക്കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തി അതിൻ്റെ അകത്തുള്ള തർക്കങ്ങളെല്ലാം തീർത്താണ്. മനഃപൂർവ്വം ഇപ്പൊ കമ്മീഷണർ മാത്രമായി കുറ്റക്കാരൻ. സർക്കാരാണ് കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിണറായി സർക്കാർ 2 മന്ത്രിമാർ ആ സ്പോട്ടിലുണ്ട് അവിടെ. എന്നിട്ടും ഈ കമ്മീഷണറാണോ ഈ 2 മന്ത്രിമാർക്കും മീതെയുള്ള ആളുകൾ? ഇവരെല്ലാം ഇതിനെ കൂട്ടുനിൽക്കുകയായിരുന്നു ചെയ്തത്. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇതിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലേക്ക് പ്രതികരണം LDFന്റെയും UDFന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏത് തരത്തിലൊരു അന്വേഷണം ഇതിലുണ്ടാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്? DGPയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണല്ലോ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അനുജ, എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്തെ പൂരവിവാദം വലിയ തോതിൽ ഇപ്പോഴും ആളിക്കത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൂടി വന്നതോടെ അതിൻ്റെ തലം ഒന്നുകൂടി ഉയരുന്നു. അതിൽ വ്യക്തമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി DGPയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അത് സർക്കാരിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദ്യ ഘട്ടങ്ങളിൽ കോൺഗ്രസ് ആയാലും BJP ആയാലും അത് സർക്കാരിനെതിരെയുള്ള വലിയൊരു ആയുധമാക്കി മാറ്റിയിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ അത് തൃശ്ശൂരിൽ വലിയ തോതിൽ ഉപയോഗിക്കുന്നുമുണ്ടായിരുന്നു. VD സതീശിന്റെ പ്രതികരണത്തിലേക്ക് വരുമ്പോൾ അത് BJPക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാൻ LDF കൂടി ചേർന്നുകൊണ്ടൊരു ശ്രമം നടത്തി എന്നുള്ള തലത്തിലേക്ക് കൂടി ആരോപണം വളരുകയാണ്. എന്തായാലും അതേ ചൊല്ലിയുള്ള വിവാദങ്ങൾ ആളിപ്പടരുമ്പോഴും കൃത്യമായ അന്വേഷണം നടത്തി എന്താണ് അതിലുണ്ടായത് എന്നുള്ള കാരണം എടുത്തുകൊണ്ടുവന്ന് വരും വർഷങ്ങളിൽ ആ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ പറഞ്ഞതാണെങ്കിൽ പോലും അതുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. തൃശ്ശൂർ പൂരത്തിന്റെ ആചാരങ്ങളും പ്രത്യേകതകളും അറിയാത്ത ഉദ്യോഗസ്ഥരെ ജോലിക്ക് വെക്കുന്നതാണ് പ്രശ്നമെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അതെല്ലാം പരിഹരിച്ച് വരും കാലങ്ങളിൽ പ്രശ്നം ഒഴിവാക്കാനാണ് സർക്കാർ തലത്തിലുള്ള ശ്രമം നടക്കുന്നത്. അശ്വിൻ, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം കൂടിയായി മാറുന്നുണ്ടോ? ഇന്നലെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥി കൂടാതെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. BJPക്ക് മൈലേജ് ഉണ്ടാക്കാനുള്ളതാണിതെല്ലാം എന്നവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ തരത്തിലേക്ക് ഈ വിവാദം പ്രചരണായുധമാക്കുന്നുണ്ടോ?
തീർച്ചയായിട്ടും തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ തൃശ്ശൂർ പൂരത്തിലൊരു വിവാദം ഉണ്ടാകുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ ആകെ ബാധിക്കുന്ന വലിയൊരു വിഷയമാക്കി മാറ്റാനും മാറാനുമുള്ള സാധ്യത വളരെയേറെയാണ്. എന്തായാലും അങ്ങനെ തന്നെ വളരുകയാണ്. ആ സംഭവ ദിവസം തന്നെ അർദ്ധരാത്രിയിൽ തന്നെ സ്ഥാനാർത്ഥികൾ സ്ഥലത്തേക്ക് ഓടിയെത്തി. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തിരുവമ്പാടി ദേവസ്വവുമായി ചർച്ചകൾ നടത്തുന്ന ആദ്യഘട്ടത്തിൽ പങ്കെടുത്തിരുന്നു. മറുവശത്താണെങ്കിൽ സുനിൽകുമാറും K രാജനും മന്ത്രിതലത്തിലുള്ള ഇടപെടൽ നടത്തി വെടിക്കെട്ട് നടത്താനുള്ള ഇടപെടലുകൾ നടത്തുന്നു. അങ്ങനെ രാത്രി തന്നെ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു വിഷയമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോഴും ഈ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുമ്പോൾ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് തൃശ്ശൂരിലെ 3 സ്ഥാനാർത്ഥികളും ഒരു വേദിയിലെത്തുന്ന ഒരു പരിപാടി നടന്നിരുന്നു. അതിൽ LDF-ന്റെയും ഒപ്പം UDF-ന്റെയും സ്ഥാനാർത്ഥികൾ മാത്രമാണ് പങ്കെടുത്തതെങ്കിൽ പോലും രണ്ടുപേരും ഈ പൂരത്തെ വരും വർഷങ്ങളിൽ ഗംഭീരമാക്കി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു വാഗ്ദാനമാണ് തൃശ്ശൂർക്കാർക്ക് മുന്നിൽ നടത്തുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിവാദങ്ങളെല്ലാം അവർ തള്ളിപ്പറയുകയും ചെയ്യുന്നു. അതിപ്പോൾ LDF സ്ഥാനാർത്ഥി ആയാൽ പോലും പോലീസിനെ ഒരു തരത്തിലും ന്യായീകരിക്കുന്ന തലത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സാധാരണ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും വീഴ്ച ഉണ്ടായാൽ അതിനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗമാണ് ഭരണപക്ഷം. എന്നാൽ ഇത്തവണ തൃശ്ശൂരിൽ അതങ്ങനെ ഉണ്ടാകുന്നില്ല, വ്യത്യസ്തമാണ്. പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടായെന്ന് സമ്മതിക്കുന്നു. ആചാരമറിയാത്ത പോലീസുകാരാണ് ഇതിന് നേതൃത്വം നൽകിയതെന്ന് തുറന്നു സമ്മതിക്കുന്നു. അത് വരും കൊല്ലങ്ങളിൽ ഉണ്ടാവില്ല എന്ന് സുനിൽകുമാർ തന്നെ ഉറപ്പ് നൽകുന്നു. അങ്ങനെ എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയൊരു വിവാദമാക്കി മാറ്റുവാനും അതുമായി ബന്ധപ്പെട്ട വരും കാലങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല എന്ന വോട്ടേഴ്സിന് ഉറപ്പ് നൽകാനുമാണ് LDF ശ്രമിക്കുന്നത്. അങ്ങനെ വലിയൊരു വിഷയമായി തെരഞ്ഞെടുപ്പ് കാലത്തിനെ ഉയർത്തി നിർത്താനുള്ള ശ്രമങ്ങൾ 3 മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. തൃശൂർ പൂരത്തിനിടെ ഉണ്ടായ വിവാദത്തിലെ പരാതികൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനിടെ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധം കൂടിയാക്കി 3 മുന്നണികളും ഉപയോഗിക്കുന്നു എന്നുള്ള വിവരമാണ് അശ്വിൻ പാലാടി നൽകിയത്.